Shalom, my friend, shalom, my friend, shalom, shalom. Shalom, DMF. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 കർത്താവ് നമ്മളോട് ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. ലെറ്റ്സ് പ്രൈസ് ഹിം. നമ്മൾ ഹൃദയം നിറഞ്ഞ് സ്തുതികളാൽ നമുക്ക് കർത്താവിനെ നമുക്ക് ഉയർത്താം. Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. You came from heaven. You came from heaven to earth to show the way, from the earth to the cross, my debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Lord, I lift your name on high. Yeshua Aradhana, hallelujah. We praise you, Lord, hallelujah. We thank you, Lord, hallelujah. Jesus, Lord, we praise you, Lord, hallelujah. Hallelujah, Lord. I love you, Lord, I praise you, Lord, hallelujah. Jesus, Lord. You came from heaven to earth to show the way, from the earth to the cross, my debt to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. Amen, Lord. കർത്താവ് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, നീ കാണിച്ചു തന്ന ഒരു വലിയൊരു വഴി, അത് കുരിശിൻ്റെ വഴിയാണല്ലോ. ഏതൊരു ഉയർപ്പിലേക്കും പോകുവാനായിട്ട് ഒരു കുരിശ് ആവശ്യമാണ്.
കുരിശിനെ നമുക്ക് മാറ്റി നിർത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഈശോ കാണിച്ചു തന്ന ഒരേ ഒരു വഴി മാത്രമാണ് നമുക്ക് നമ്മളുടെ മുൻപിലുള്ളത്. ഒരുപക്ഷെ നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, സഹനങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ഈശോ പറയുന്നു, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. അവിടുന്ന് അത് വെറുതെ പറയില്ല. വളരെയധികം ബോധ്യത്തോടു കൂടി തന്നെയാണ് കർത്താവ് പറയുന്നത്. ഈശോ നമുക്ക് തരുന്ന ആ ഭാരങ്ങൾ, ആ കുരിശ് നമുക്ക് വഹിക്കാൻ പറ്റുന്നതാണ്. അത് കർത്താവ് തന്നെയാണ് വഹിക്കുന്നത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് നിർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. We praise you Lord. We exalt your holy name Lord. Hallelujah. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 സ്തോത്രം യേശുവേ നന്ദി. ഒരു സമ്മാനത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുന്ന ഒരു വ്യക്തി തനിക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എന്താണ്? ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് താൻ നേടാൻ പോകുന്ന സമ്മാനത്തെക്കുറിച്ചാണ്. അവിടെ ക്ഷീണമോ കഷ്ടപ്പാടോ തളർച്ചയോ ഒന്നുമല്ല. അതിനെല്ലാം മറികടന്നുകൊണ്ട്, അതിനെല്ലാം മറന്നുകൊണ്ട് ലക്ഷ്യം നേടാൻ വേണ്ടി ഓടുകയാണ് ആ വ്യക്തി. ഒരുപക്ഷെ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ വ്യക്തി ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടാവാം. എല്ലാവരും കിടന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒത്തിരി കിലോമീറ്ററുകൾ ഓടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ കഷ്ടതകളൊന്നും തന്നെ ആ വ്യക്തിയെ തളർത്തുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ സമ്മാനം മുന്നിൽ കണ്ടുകൊണ്ട് ഓടുന്ന ഒരു വ്യക്തിയാണത്. നമുക്ക് ലെറ്റ്സ് ജസ്റ്റ് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് നമുക്കൊന്ന് ആലോചിക്കാം, എന്താണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ലക്ഷ്യം? ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് കൂടുതൽ നമുക്ക് ബോധ്യങ്ങൾ തരട്ടെ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ ഇപ്രകാരം പറയുന്നു: We also rejoice in our suffering because we know that suffering produces perseverance. Perseverance, character. And the character, hope. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരുപക്ഷെ ഈ കഷ്ടപ്പാടിലൂടെ തന്നെയായിരിക്കും നമ്മൾ കർത്താവിനെ, ദൈവത്തെ തിരിച്ചറിയുന്നത്. I just want to share my experience with you. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്ത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ബെഡ് റിഡനായിട്ട് കിടന്ന സമയം ഞാൻ ഓർക്കുന്നു. 3-4 മാസത്തോളം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഒറ്റ കിടന്ന കിടപ്പിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഒത്തിരി വിഷമങ്ങൾ, കഷ്ടതകളും ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള പലരും എന്തു പറ്റി, വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിക്കുമ്പോൾ അവിടെയെല്ലാം നിശബ്ദമായിട്ട് പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് ദൈവം ശക്തി തന്നു. തുടർന്ന് ധ്യാനത്തിലൂടെ കർത്താവ് കൂടുതൽ വെളിച്ചം എനിക്ക് നൽകുകയായിരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ എൻ്റെ ലൈഫ് എനിക്ക് നിൽക്കേണ്ടി വന്നത്? കർത്താവ് ഒത്തിരി ബോധ്യങ്ങൾ എനിക്ക് തന്നു. ആ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലൂടെ കർത്താവ് എനിക്ക് തന്നൊരു വചനം ഇതായിരുന്നു. 1 കൊറിന്തോസ് 15-ാം അധ്യായം 19-ാം വാക്യം: ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. നമ്മളുടെ ക്രിസ്തീയ ജീവിതം, ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നത് ഈ ലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മളെപ്പോലെ നിർഭാഗ്യവാനായിട്ടുള്ള വേറൊരു വ്യക്തി ഈ ലോകത്തിലില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. തുടർന്നുള്ള ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് തിങ്സ്? കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നിട്ടുള്ള, സമ്മാനമായിട്ട് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള പൊസിഷനായിക്കൊള്ളട്ടെ, എൻ്റെ പേര്, പ്രശസ്തിയോ എന്തുമായിക്കൊള്ളട്ടെ, എവ്രിതിങ് ഈസ് ഗിവൺ ബൈ ഗോഡ്. അതൊരു വേള പരിപൂർണമായിട്ടും കർത്താവിലേക്ക് സമർപ്പിക്കാനായിട്ടുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് തിങ്സ്? കർത്താവ് എനിക്ക് ശക്തി തന്നു പറയാനായിട്ട്, യെസ് ലോർഡ്, ഐ ലവ് യു മോർ ദാൻ ഓൾ ദീസ് തിങ്സ്. ഒരു വേള ഒരു പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പുറകെ വരാൻ നീ ചോദിച്ചാൽ
അത് ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്ന് മാനുഷികമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലൂടെ കർത്താവ് ഒഴുക്കി. ഈശോയോട് പറയാനായിട്ട് പറ്റി, യെസ് ലോർഡ്, ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. അതിൽ നിന്നും കർത്താവ് തന്ന ഒരു ശക്തി, ഊർജം. പിന്നീട് തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും കർത്താവ് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എബ്രാഹത്തിൻ്റെ അടുത്ത് ഇസഹാക്കിനെ ബലി കഴിക്കാൻ ചോദിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മ്യൂസിക് ആയിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻ്റെ മ്യൂസിക് ആയിരുന്നു. ആ മ്യൂസിക് പോലും കർത്താവിലേക്ക് കൊടുക്കാനായിട്ട് നീ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് അതിന് ശക്തി തന്നപ്പോൾ ഐ സറണ്ടേർഡ് മൈ ലൈഫ് കംപ്ലീറ്റ്ലി ടു ഹിം. പക്ഷേ ആ സമർപ്പണം കഴിഞ്ഞപ്പോൾ 100 ഇരട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് തിരിച്ചു തരുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. കർത്താവ് ആ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ കർത്താവിൻ്റെ ശക്തമായിട്ട് കർത്താവിനെ ഓരോ നിമിഷവും സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചു. തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പലപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. AR റഹ്മാൻ്റെ പാട്ട് പാടാനായിട്ട് വിളിച്ചതും, തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വേൾഡ് ടൂർ പോയതും, തുടർന്ന് ഇപ്പോഴെല്ലാം ഓരോ നിമിഷത്തിലും കർത്താവ് എനിക്ക് തരുന്ന ഒരു നിമിഷം എൻ്റെ യേശുവിനെ പകർന്നു കൊടുക്കാനുള്ള നിമിഷമാണെന്നുള്ളൊരു ബോധ്യം ഈശോ തരുന്നതിനോർത്ത് നന്ദി പറയുന്നു. നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ഓരോ സഹനത്തിനും വലിയ വിലയുണ്ട്. ഈശോ തരുന്ന ഓരോ സങ്കടങ്ങൾക്കും, ഓരോ കരച്ചിലിനും, ഓരോ കണ്ണുനീരിനും കർത്താവിൻ്റെ മുൻപിൽ വലിയ വിലയുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൽ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്വരയിൽ മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും
നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി. നമുക്ക് ഒന്നിച്ചു പാടാം. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി. ഒരിക്കൽ കൂടെ നമുക്ക് ആവർത്തിച്ചു പാടാം. നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി. Thank you, Lord. We praise you, Lord. Jesus, Lord. I worship you. Lord, I love you. Lord, I thank you, Lord. Lord, I praise you, Lord. Jesus, Jesus, Jesus. Let's tell Jesus, Jesus, I love you. I want to love you, Lord. കർത്താവെ, പരിപൂർണമായി എന്നെ സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പല കാര്യങ്ങളും എന്നെ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Give me your strength, Lord. കർത്താവെ, ഈ നിമിഷത്തിൽ നിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന, ആരാധനയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ മക്കളെയും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ, യാദൃശ്ചികമായിട്ട് ഇത് കാണുന്നവരെ എല്ലാം പൂർണ്ണമായും കർത്താവ് നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ടച്ച് them, Lord. Touch them with your healing touch, Lord. കർത്താവ് നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത വിധത്തിലെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധന അവസ്ഥയിലായിരിക്കുന്നവരെ കർത്താവ് ഈ നിമിഷം നീ വിടുവിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി. Hallelujah. Jesus, I love you. Hallelujah. Hallelujah. Praise you, Lord. Hallelujah. Thank you, Jesus. Glorify your name, Lord. Hallelujah. Hallelujah. Thank you for your deliverance. Thank you for your healing power. Hallelujah. കർത്താവേ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. Hallelujah. Lord, I love you, Lord. Hallelujah. 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 കർത്താവേ, ഒരു തിരിച്ചറിവ് നൽകണമേ യേശുവേ. ഒരുപക്ഷെ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് സംഗീതമാണ്, മ്യൂസിക് ആണെന്ന്. പക്ഷേ I realize it's more than music. It's more than the preparations. It's more than the practice sessions. It's you, Jesus. കർത്താവ്, നീയാണ് ഏറ്റവും വലുത്, നീയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവേ, നിന്റെ തിരുമുൻപിലേക്ക് വരുമ്പോൾ എല്ലാം ഫെയ്ഡ് ചെയ്യപ്പെടുന്നു. കർത്താവ്, എല്ലാം, everything is faded. Thank you Jesus for this understanding. കർത്താവിന്റെ തിരുമുമ്പിൽ ഈ പാട്ടിന്റെ കോഡുകളോ ഈ പാട്ടിൽ വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സോ ഇതിന്റെ ഭംഗിയോ മനോഹാരിതയോ ഒന്നുമല്ല കർത്താവേ. It's you that important. Thank you, Jesus. Thank you, Jesus, for that understanding. I surrender my life, Lord. I surrender my everything into your hands. കർത്താവേ നന്ദി. നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ സമർപ്പിക്കാം പരിപൂർണമായിട്ട്. ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. 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 സ്തോത്രം യേശുവേ. സ്തോത്രം യേശുവേ. When the music fades
all is stripped away, and I simply come, longing just to bring something that's a word that will bless your heart. I'll bring you more than a song, for a song in itself is not what you have required. You search much deeper within, through the way things appear. You're looking into my heart. I'm coming back to the heart of worship, and it's all about you. Yes, Lord, it's all about you, Jesus. I'm sorry, Lord, for the thing I made. It's all about you. It's all about you, Jesus. I'm coming back to the heart of worship. It's all about you. It's all about you, Jesus. I'm sorry, Lord, for the thing I made. When it's all about you, it's all about you, Jesus. When the music fades, all is stripped away, and I simply come, longing just to bring something that's a word that will bring you heart. I'll bring you more than a song, for a song in itself is not what you have required. You search much deeper within, through the way things appear. You'll only look to my heart. Oh, Jesus. It's all about you. Yes, it's all about you, Lord Jesus. It's all about you, Jesus. I'm sorry, Lord, for everything I made. When it's all about you, it's all about you, Jesus. I'm coming back to the heart of worship. It's all about you. It's all about you, Jesus. I'm sorry, Lord, for the thing I made. Oh, Jesus. It's all about you. It's all about you, Jesus. Oh, Lord Jesus, I love you. I love you, Lord Jesus. നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് കർത്താവിനോട് പറയാം, ജീസസ്, I love you. I want to love you, Lord. And I want to say that I love you more than anything in this world. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹത്തോടു കൂടെ നമുക്ക് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവോട് പറയാം, yes Lord, here I am to worship, and here I am to bow down. Here I am to say that you are my God. You are altogether lovely, altogether worthy.
altogether wonderful to me. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. One more time. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Jesus, 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 Jesus. പരിശുദ്ധയമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളോട് കൂടി ആയിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. ആഗമനകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഈ അടുത്ത വേളയിൽ സ്വർഗത്തിൻ്റെ എല്ലാ കൃപകളും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഈ ഒരു വലിയ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ മഹോന്നതമായ നാമത്തിൽ കൃപയും സമാധാനവും. നമ്മൾ ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന 3-4 തീംസ് ഉണ്ട്. 3 തീംസ് മെയിനായിട്ട്. ദ ഫസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് വി ഹിയർ അബൌട്ട് ഹോപ്പ്. നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ അതിന് പല കളറുകളൊക്കെ കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വീക്ക് ഓഫ് ഹോപ്പ്. ദ തേർഡ് വീക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജോയ് ആണ്. ആൻഡ് ദ ഫൈനൽ വീക്ക് ലവ്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ആഴ്ച ഇരിക്കുമ്പോൾ നമ്മൾ ജോയ് എന്ന് പറയുന്ന ആ ഒരു തീമിലാണ് സഭ ഇന്ന് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ ജോയ്, ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടു. മത്തായിയുടെ സുവിശേഷം 4:16 യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ
ഇരുളിൽ കഴിഞ്ഞിരുന്ന വലിയൊരു ജനത പ്രകാശം കണ്ടു. യേശുവാകുന്ന പ്രകാശം കടന്നു വരുമ്പോൾ അന്ധകാരത്തിൽ കടന്നിരുന്ന ജനം വലിയൊരു തിരിച്ചറിവിലേക്കും വിടുതലിലേക്കും വരുന്നു. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും നമ്മൾക്ക് ആ ജോയ് അനുഭവപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ടാകണം. യേശു തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രീ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴും നമ്മുടെ ആത്മാവിൽ ചില കെട്ടുപാടുകളുണ്ടെങ്കിൽ, ആ പ്രകാശം നമ്മളിലേക്ക് വരുന്നില്ലെങ്കിൽ, that means that there are certain lies that are holding us in bondage. If truth can set us free, അതിന് വേറൊരു തലമുണ്ട്. നമ്മൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ lies can hold us in bondage also. നമ്മളിന്ന് കാണുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഈ ഒരു നുണ അത് വളരെ കൂടുതലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം, അതിൻ്റെ ഉടയവനെന്ന് പറയുന്ന, ഈ ലോകത്തിൻ്റെ അധിപനെന്ന് പറയുന്ന ഒരുവൻ, അവൻ പണ്ട് മുതലേ നുണയനാണ്. നുണയൻ്റെ പിതാവെന്നാണ് ഈശോ അവനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? ഈ ലോകത്തിലെ സമ്പത്ത്, അധികാരം, പണം, സുഖം, ഇതിൻ്റെയൊക്കെ പുറകെ പോയാലേ നിനക്ക് സ്ഥാനമുള്ളൂ, നിനക്ക് വിലയുള്ളൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ അന്ധകാരം മാറ്റാൻ ഇതൊക്കെ നീ കയറ്റിവെക്കണം. നിനക്ക് സ്ഥാനമാനങ്ങളും പണവും സമ്പത്തുമൊക്കെ ചുറ്റും കുമിഞ്ഞു കൂടുമ്പോൾ നിനക്ക് നിൻ്റെ ഉള്ളിൽ പ്രകാശം വരും. ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ പിറന്നുകൊണ്ട് നമ്മളോട് കാണിച്ചു തരികയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇല്ല, നോ, ദോസ് തിങ്സ് കനോട്ട് സാറ്റിസ്ഫൈ ദ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് ഓഫ് അവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സന്തോഷത്തിനും ആനന്ദത്തിനും ഇവയൊന്നും ഉപകരിക്കുകയില്ല എന്ന് കാണിച്ചുകൊണ്ട് യേശു ഒരു കാലിത്തൊഴുത്തിൽ പിറക്കുകയാണ്. ദൈവപുത്രൻ പിറന്നു വീഴുന്നത്, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്ഥലമൊന്ന് നോക്കിക്കേ. അവിടെയാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത കണ്ടത്. പരിശുദ്ധ അമ്മയും ഈശോയും യോസേപ്പിതാവും ആയിരുന്ന ആ സ്ഥലം സ്വർഗം വസിക്കുന്ന ഇടമായി. അവിടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ടായിരുന്നു. ചുറ്റുപാടുകളെയോ അവിടുത്തെ വ്യവസ്ഥകളെയോ ഒന്നും നോക്കിയിട്ടല്ല ആ ആനന്ദം അവർക്ക് ലഭിച്ചത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു വലിയ സത്യം തിരിച്ചറിയേണ്ടത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്തിൽ, if you look at all the culture and the songs, the movies, the media, ഇതിൽ മുഴുവൻ നമ്മുടെ യുവജനങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ ജീവിതങ്ങളിൽ ഇതൊക്കെ കൂട്ടിച്ചേർത്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതം ആനന്ദപ്രദമാവുകയുള്ളൂ. ഇറ്റ് ഈസ് എ ബിഗ് ലൈ. അത് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളിലൂടെ, ഈ ലോകത്തിലെ അധികാരികളിലൂടെ, സ്ഥാനമാനങ്ങളിലിരിക്കുന്നവരിലൂടെ, സെലിബ്രിറ്റീസിലൂടെയൊക്കെ നമ്മൾ കേട്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അറിയാത്തൊരു പ്രമാണമായി മാറി. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഈ ജനം എന്നെ വ്യർത്ഥമായിട്ട് ആരാധിക്കുന്നു. അവർ ലോകത്തിൻ്റെ നിയമങ്ങൾ പ്രമാണങ്ങളായി കരുതി അവയെല്ലാം വളരെ കർക്കശമായി പാലിച്ചു പോന്നുകൊണ്ട് എന്നെ ആരാധിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയമമോ ദൈവത്തിൻ്റെ സംവിധാനങ്ങളോ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളോ ഒന്നും കാര്യമായി പരിഗണിക്കാതെ ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ, ഈ നിയമങ്ങളൊക്കെ പ്രമാണങ്ങളാക്കി പാലിച്ചുകൊണ്ട് ജീവിച്ചു പോന്നിട്ട് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ഒരു ആഗമനകാലത്തിന് കൂടിയായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ആനന്ദം കടന്നു വരണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ കാതലായിട്ടുള്ള ഒരു ഷിഫ്റ്റ് വരുത്തണം. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ ആവശ്യകത. എവിടെയാണ് ഈ ഇരുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത്? നമുക്കറിയാം, ഈ നുണയൻ്റെ പിതാവെന്ന് പറയുന്നവൻ, അവൻ വളരെ കൗശലക്കാരനാണ്. അവൻ നമ്മളെ പറ്റിക്കുന്ന വിധങ്ങൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയില്ല. ഈശോ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, 21-ാമത്തെ അധ്യായം 34-35 വചനങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന് പറയുകയാണ് ഈശോ. അപ്പം സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇതൊക്കെ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ സന്തോഷവും സുഖവും തരുന്ന കാര്യങ്ങളാണ്. സുഖലോലുപത, നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? സുഖിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ മദ്യാസക്തി, പല ആസക്തികളും, മദ്യാസക്തി അതിൻ്റെ ഒരെണ്ണം മാത്രമാണ്, പലവിധ ആസക്തികളാൽ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് ഒരിക്കലും ഈ ഹൃദയത്തിൽ ഈ ആനന്ദം നമ്മൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന് ഈശോ തന്നെ പറയുകയാണ്. ഒരു കെണി പോലെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും, ഈ ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും.
പ്രിയപ്പെട്ട, ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രസക്തി. ഈ ആഗമന കാലത്ത് നമ്മൾ തിരിച്ചറിയണം ഈ ക്രിസ്തു വന്ന് പിറന്ന ഇടത്തിൻ്റെ ആ ഒരു സവിശേഷത. സുഖലോലുപതയോ ജീവിത വ്യഗ്രതയൊക്കെ ഒത്തിരി ആകാംക്ഷിച്ചിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നെങ്കിൽ, ഒരു കുടുംബമായിരുന്നെങ്കിൽ ഒരിക്കലും കാലിത്തൊഴുത്തിൽ പിറക്കാൻ അവർ സമ്മതിക്കില്ല. മാതാവിൻ്റെ യോസപിതാവിൻ്റെ ഹൃദയത്തിൻ്റെ എളിമയും ദൈവത്തിലുള്ള ശരണവും അതിൻ്റെ പൂർണ്ണതയിലായിരുന്നതുകൊണ്ട് അവർക്കറിയാമായിരുന്നു ഉദരത്തിലുള്ളത് സ്വർഗമാണ്. ആ സ്വർഗം ആയിരിക്കുന്ന ഇടമാണ് സ്വർഗം, ആ യേശു ആയിരിക്കുന്ന ഇടമാണ് സ്വർഗം. അങ്ങനെ അവർക്ക് കാലിത്തൊഴുത്ത് പോലും ഒരു സ്വർഗാനുഭവത്തിലേക്ക് വരുവാൻ സാധിച്ചത് ഉള്ളിൽ യേശു ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ചുറ്റുപാടുകളെയും ബാക്കിയുള്ള എല്ലാവരെയും നോക്കി പരിതപിക്കുന്നത്, പരാതി പറയുന്നത്? കാരണം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഈ യേശു പിറന്നിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ വന്ന് പീഡകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് യേശുവായിരിക്കുന്ന 3 സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പരാമർശിക്കാം. അതിലൊന്നാമത്തെ സ്ഥലം നമ്മൾ ഏശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 57-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം. അത് ദൈവം സ്വർഗത്തിലായിരിക്കുന്ന മാലാഖമാരുടെയും വിശുദ്ധരുടെയും കൂടെ ആയിരിക്കുന്ന ആ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. രണ്ടാമത് നമുക്കറിയാം വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം. അത് റിയൽ ആയിട്ടുള്ളൊരു പ്രസൻസാണ്. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിത്തറ അതാണ്. മൂന്നാമതൊരു സ്ഥലം കൂടി പറയുന്നുണ്ട് ഈശോ. എവിടെയാണെന്നറിയുമോ? അത് ഏശയ്യായുടെ പുസ്തകം 57:15 പറയുന്നുണ്ട്, അനുതാപികളുടെ ഹൃദയങ്ങളെയും വിനീതരുടെ ആത്മാക്കളെയും നവീകരിക്കുവാൻ അവരുടെ കൂടെ ഞാൻ വസിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുമസിന് നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം. ഞാനും നിങ്ങളുമായിരിക്കുന്ന അവസ്ഥയിൽ അത് എത്രമാത്രം തകർച്ചയിലായിക്കോട്ടെ, അത് എത്രമാത്രം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിലും, നമ്മുടെ രോഗങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, നമ്മുടെ ആത്മീയമായിട്ടുള്ള ചില അവസ്ഥകളായിക്കൊള്ളട്ടെ, അതെത്രമാത്രം നമ്മൾക്ക് വലിയ ദുരിതത്തിൻ്റെ അനുഭവം തന്നാലും ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ അനുതാപമുണ്ടായാൽ, എളിമയുള്ളൊരാത്മാവുണ്ടെങ്കിൽ അവിടെ വന്നും ഞാൻ വസിക്കും. ഇതാണ് ക്രിസ്തുമസിന് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമ്മൾ എവിടെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ പ്രസക്തി എവിടെയാണ് വരുന്നത്? ഈ പറയുന്ന സാത്താൻ ഒരുക്കുന്ന കെണികൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ. 1 യോഹന്നാൻ 2:15 നമ്മൾ അനേകം പ്രാവശ്യം വായിച്ചു കേട്ടിട്ടുള്ള ഒരു വചനമാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിത അഹന്ത, ഇതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഇരുട്ട് കടന്നു വരുന്നത്. നേരത്തെ നമ്മൾ ഈശോ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷത്തിൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിലെ വചനങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം. കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിത അഹന്ത, ഇതിനു വേണ്ടിയല്ലേ നമ്മളെല്ലാം ഈ ഓടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും പലപ്പോഴും ഇതൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ കുറേ കൂടി കംഫർട്ടബിൾ ആകണം, നമ്മുടെയൊക്കെ കുറേ വേദനകൾ പോകണം, നമുക്കൊക്കെ കുറേ കൂടി നല്ല സ്റ്റേറ്റസ് കിട്ടണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം. എന്നിട്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഈ ആഗമന കാലത്തിലേക്ക് 3-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി വിചിന്തനം ചെയ്യണം. ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മൂല്യം, ദൈവത്തിൻ്റെ മഹത്വം പേറി നടക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് പോയി എന്നുള്ള ഒരു വലിയൊരു ദുരവസ്ഥയിൽ ഇരിക്കുമ്പോഴും ആ ദൈവം വെറുതെ ഇരുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ഇതേ അവസ്ഥയിലേക്ക് പോയ ഒരു ജനത്തിനെ. അത് മറ്റാരുമല്ല, ഇസ്രായേൽ ജനമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ സംഭവം. ഇസ്രായേലിൻ്റെ ആ വിമോചകനായി മോശയെ പറഞ്ഞയച്ചിട്ട് ആ മോശയെ ധൈര്യപ്പെടുത്തി 6-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാട് 6-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് ഞാൻ അവരുമായിട്ടൊരു ഉടമ്പടി ചെയ്തിരുന്നു. ഇസ്രായേൽ ജനത്തിനോട് ദൈവം കൊടുത്ത ഉടമ്പടിയാണ്, അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനമാണ്. എന്നിട്ട് പറയുകയാണ്, ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്, ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും, നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവവുമായിരിക്കും.
ഇങ്ങനെ വലിയ ശ്രേഷ്ഠമായൊരു വാഗ്ദാനം ദൈവം കൊടുത്തു ഇസ്രായേൽ ജനത്തിന്. പക്ഷേ പിന്നീടുള്ള വചനങ്ങൾ നമ്മൾ കാണുകയാണ്. 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മോശ ഇപ്രകാരം ഇസ്രായേൽ മക്കളോട് പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യഥയും ക്രൂരമായ അടിമത്ത നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് മാനവരാശി മുഴുവനും 2000 വർഷമായിട്ട് ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ജന്മദിനം ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും എവിടെയൊക്കെയോ ഈ അടിമത്തത്തിൻ്റെ ക്രൂരമായിട്ടുള്ള ഈ ഇരുട്ടിൻ്റെ വലിയ ആഴമേറിയ അനുഭവത്തിലൂടെയാണ് നമ്മളിപ്പോഴും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ മനോവ്യഥയും ക്രൂരമായ അടിമത്തം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അവസ്ഥകളിലൂടെ കടന്നു വരുമ്പോൾ ഇരുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മൾ അടിമകളായി തീരുകയും ചെയ്യുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇവയിൽ നിന്നാണ് നമ്മൾ പുറത്തു വരേണ്ടത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. എൻ്റെ കണ്ണിൻ്റെ ദുരാശകളെ കെടുത്തുവാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ നോമ്പായിട്ട് സ്വീകരിക്കണം. എൻ്റെ ജഡത്തിൻ്റെ ആശകളെ നിഗ്രഹിക്കുവാൻ, അതിനെ നിഹനിക്കുവാൻ ഞാൻ എന്തൊക്കെ എടുക്കണമോ അതിനൊക്കെ ഞാൻ നോമ്പെടുക്കണം. അങ്ങനെ എൻ്റെ ആത്മാവിന് ശക്തി നൽകുന്ന, എൻ്റെ ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെ പ്രശോഭിപ്പിക്കുന്ന ഒരു മാനസാന്തരത്തിലേക്ക്, അങ്ങനെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് ഈ നോമ്പുകാലത്തെ നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും യേശു എന്നിൽ രൂപപ്പെടുന്ന അനുഭവം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1863 അമേരിക്കയിൽ സ്ലേവറി അബോളിഷ് ചെയ്യുന്ന ഒരു ലോ വന്നു. ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്നതിന് പറയുക. എബ്രഹാം ലിങ്കണാണ് ആ റൂള് കൊണ്ടുവന്നത്. അത് എബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിയമമായിട്ട്, ഒരു പ്രൊക്ലമേഷനായിട്ട് അത് സീൽ ചെയ്യപ്പെട്ടു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി. അതുവരെ ഉണ്ടായിരുന്ന ആഫ്രിക്കനിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന വലിയൊരു ജനസമൂഹം, നൂറ്റാണ്ടുകളായിട്ട് തലമുറകളായിട്ട് അമേരിക്കയിൽ വന്നിരുന്ന അടിമകളെ മുഴുവനും സ്വാതന്ത്ര്യരാക്കുന്ന വലിയൊരു പ്രൊക്ലമേഷനായിരുന്നു അത്. ആ എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ വന്നതിന് ശേഷം 3 കാറ്റഗറി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എഴുത്തും വായനയും അറിയാത്ത വ്യക്തികൾ. അവർ കാലാകാലങ്ങളായി അടിമകളായിരുന്നു. ഇങ്ങനെ ഒരു നിയമം വന്നു എന്നതുപോലും അവർ കേട്ടില്ല. അങ്ങനെ നിയമം വന്ന കാര്യം അവരുടെ യജമാനന്മാർ അവരെ അറിയിച്ചുമില്ല. അതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് അടിമകളായി തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. രണ്ടാമതൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഇത് കേട്ടു, പക്ഷെ ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ കാലാകാലങ്ങളായിട്ട്, തലമുറകളായിട്ട്, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ, ഇവരൊക്കെ അടിമകളായിരുന്നു. ഇനി ഞാനെങ്ങനെയാണ് സ്വതന്ത്രരാന്ന്? ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. അത് കേട്ടിട്ട് അവർ വിശ്വസിച്ചില്ല. എന്നാൽ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം തരുന്നൊരു നിയമമാണ്. I have got all the rights to become the citizen of this country and to attain everything that freedom allows. അങ്ങനെ ആ സ്വാതന്ത്ര്യം, ആ നിയമത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് അതിൻ്റെ മുഴുവനും എക്സ്പ്ലോയിറ്റ്സ് എനിക്ക് എടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച ഒരു വ്യക്തി ആണ് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. അങ്ങനെ ഈ 3 കാറ്റഗറിയിലുള്ള വ്യക്തികൾക്കും ഈ നിയമത്തിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ സാധിച്ച വളരെ ചുരുങ്ങിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് പിറന്നു വീണിട്ടും ഇന്നും സാത്താൻ്റെ അടിമത്തത്തിലും ഇരുട്ടിലും കിടക്കുന്ന വലിയൊരു ജനതയുണ്ട്. അവരറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞവർക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വിശ്വസിച്ചവർക്ക് തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. നമ്മൾ കാണുന്നില്ലേ സുവിശേഷങ്ങളിൽ, ലേഖനങ്ങളിൽ, യോഹന്നാൻ ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ സാത്താൻ്റെ പ്രവർത്തികളെ തകർക്കുവാനാണ് മനുഷ്യപുത്രൻ ആഗതനായത്. വീണ്ടും നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ജനന സമയത്ത് വിശുദ്ധ സക്രിയായിക്ക് ലഭിച്ച ആ വെളിപാടിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ സക്രിയ വിളിച്ചു പറയുന്നുണ്ട്. ഈശോയുടെ വരവിനെക്കുറിച്ചുള്ള ആ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ ഉദ്ധരിച്ചുകൊണ്ട് സക്രിയ ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 69-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. എന്നിട്ട് പറയുന്നു 74-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനായിട്ടുമാണ് ഇത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തുവാകുന്ന പ്രകാശം ഈ ഭൂമിയിലേക്ക് വന്നത്? അത്
ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനായിട്ടാണ്. പരിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ, ദൈവിക ജീവനിൽ പങ്കാളികളാകുവാൻ മനുഷ്യപുത്രൻ അവതരിച്ചിട്ട് 2000 വർഷമായി. ഈ ആഗമനകാലത്ത് നമുക്കൊന്നുകൂടി വിചിന്തനം ചെയ്യാം. ഈ ഈശോ വന്ന് പിറന്നത് എനിക്ക് വേണ്ടിയാണ്. ഈ ആഗമനകാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോനെ കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. 2000 വർഷം മുമ്പ് സ്വർഗം ആ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ നടത്തിയതാണ്. യേശു മനുഷ്യനായി അവതരിച്ചതിന് ശേഷം ആ ലോ എടുത്തു മാറ്റി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിമോചനം എനിക്ക് നിങ്ങൾക്ക് നൽകി. മാമോദീസായിലൂടെ നമ്മൾ ആ പുതിയൊരു ജനനമെടുത്തു. പിന്നീട് ഓരോ കുദാശയിലും അത് നവീകരിക്കപ്പെട്ട് ആ ദൈവിക ജീവനുള്ള പങ്കാളിത്തം എനിക്ക് നിങ്ങൾക്കും ഫ്രീ ആയി നൽകപ്പെട്ടിട്ട് ഇന്നും എനിക്കത് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഏതൊക്കെയോ നുണകൾ ഇപ്പോഴും എന്നെയും നിങ്ങളെയും പിന്നോട്ട് വലിക്കുന്നുണ്ട്. ആ നുണയൻ്റെ പിതാവ് പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോഴും ഞാനും നിങ്ങളും ചെവി കൊടുക്കുന്നുണ്ട്. എന്താണ് അവൻ പറഞ്ഞ ഏറ്റവും വലിയ നുണ? അത് ദൈവത്തെക്കുറിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത്. ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച ദൈവം അവർക്ക് നൽകിയത് ആ ദൈവത്തിൻ്റെ തന്നെ ഛായയും സാദൃശ്യവുമാണ്. എന്നിട്ട് സാത്താൻ എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും. ആദവും ഹവ്വയും ഓൾറെഡി ദൈവത്തെ പോലെയാണ്. അവർ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനൊരു നുണ പറഞ്ഞു, ഹവ്വ അതിന് ചെവി കൊടുത്തു. ഇവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണ്? നീ പാപിയാണ്, നിൻ്റെ എല്ലാ അവസ്ഥകൾക്കും കാരണം നിൻ്റെ ചെയ്തികളാണ്, നീ തഴയപ്പെട്ടവനാണ്, നീ കൊള്ളത്തില്ല ഒന്നിനും. അത് നമ്മളിലൂടെ, നമ്മുടെ ചുറ്റുപാടുകളിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, കോവർക്കേഴ്സിലൂടെ, പലരിലൂടെയും അവനത് പറയും. നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാനോ തെളിയിച്ചു തരുവാനോ അവൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ഞാനും നിങ്ങളും കുറ്റബോധത്തിലും അപകർഷതാബോധത്തിലും തകർച്ചയിലും വേദനയിലും രോഗത്തിലും കിടക്കണമെന്നുള്ളതാണ് അവൻ ഈ ലോകത്ത് പറഞ്ഞു വരുത്തുന്ന ഏറ്റവും വലിയ നുണ. ഇവിടെയാണ് ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ വാഹകരായി ഞാനും നിങ്ങളും മാറേണ്ടത്. യേശു ഈ അധപ്പതിച്ചു പോയ മനുഷ്യനെ, പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ കഥ നമുക്കറിയാം. അവർ പിന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വലിയ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചു. ആദത്തിൻ്റെ പിന്തുടർച്ച അവകാശികളായി വന്നവരെല്ലാവരും ഈ ലോകത്തിൽ വലിയ കഷ്ടതകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും. പക്ഷേ അങ്ങനെ പോയ മനുഷ്യനെ ഉപേക്ഷിച്ചൊരു ദൈവമല്ല, അവരെ തേടി വന്നൊരു ദൈവസ്നേഹം. വീണ്ടും യേശു ക്രിസ്തുവിൽ വന്നത് അവതരിക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ ഉടനീളം കാണുന്നുണ്ട്. മനുഷ്യൻ്റെ തകർച്ചകളിലേക്കും വേദനകളിലേക്കും രോഗങ്ങളിലേക്കും അവൻ്റെ പാപാവസ്ഥയിലേക്കും ആകൃഷ്ടനായി കടന്നു വന്നൊരു ഈശോ. അവിടെയാണ് ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ പ്രസക്തി. ഇന്നും ഈ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത വേണ്ട വിധം ഈ ലോകത്തിൽ പ്രചരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തകർന്നു കിടക്കുന്ന, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, രോഗപീഡിതയിൽ കിടക്കുന്നത്, തിന്മയുടെ സ്വാധീനത്തിൽ കിടക്കുന്ന, ആസക്തികളുടെയും അഡിക്ഷൻസിൻ്റെയും അടിയിൽ കിടക്കുന്ന, ഡിപ്രഷൻ്റെ അടിയിൽ കിടക്കുന്ന ജനതകൾക്ക് വേണ്ടിയാണ് 2000 വർഷം മുമ്പ് സ്വർഗം വിട്ട് ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ച എന്നുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അത് ദൈവം വെറുതെ ഒരു കമ്പാഷനായിട്ട് ഒരു ഔദാര്യമായി ചെയ്തതല്ല. ഹി വാസ് അട്രാക്റ്റഡ് ടു ദിസ് സിറ്റുവേഷൻ ഓഫ് മാൻകൈൻഡ്. ഈശോ വന്നിട്ട് കണ്ടിട്ടില്ലേ? കുഷ്ഠരോഗികളെ കാണുമ്പോൾ അടുത്തേക്ക് വിളിക്കുകയാണ്, വ്യഭിചാരികളെ കാണുമ്പോൾ അടുത്തേക്ക് വിളിക്കുകയാണ്, ചുങ്കക്കാരെ കാണുമ്പോൾ അടുത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഈ മുടന്തര്, കുഷ്ഠരോഗികൾ, അന്ധര്, ചെകിടര്, ഇവരൊക്കെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരാണ്. അവിടെ വന്നിട്ട് ഈശോ പറയുകയാണ്, നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ, ജന്മനാ അന്ധനായ ഒരുവനെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായത് എന്തുകൊണ്ടാണ്? ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപം കൊണ്ടാണോ എന്ന്. അപ്പോൾ ഈശോ എടുത്തടി ഇതിന് ആൻസർ പറയുന്നുണ്ട്, ഇതതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ശക്തി മഹത്വവും ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണയുടെ കാലഘട്ടത്തിലും ഇപ്പോൾ ഞാൻ നിങ്ങളുമായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ പോരായ്മകൾക്കും, എല്ലാ പാപാവസ്ഥകൾക്കും എന്തുകൊണ്ട് ദൈവം അത് അനുവദിച്ചു എന്നുള്ളതിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ. യേശുവാകുന്ന പ്രകാശം കടന്നു വരുവാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണത്. ഹല്ലേലൂയ. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, നമ്മളെ ഒത്തിരി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ആ തളർവാദ രോഗിയെപ്പോലെ, 38 വർഷമായിട്ട് ബത്സൈദ കുളക്കടവിൽ കിടന്ന തളർവാദ രോഗിയെപ്പോലെ സ്വയമേ ഒന്നും ചെയ്യുവാൻ സാധിക്കാതിരിക്കുന്ന മാനവകുലത്തിൻ്റെ അവസ്ഥ കണ്ട് അനുകമ്പ തോന്നി അട്രാക്റ്റഡായി ഇറങ്ങി വന്ന ഒരു ദൈവപുത്രൻ്റെ സാന്നിധ്യം, അത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ്.
ഇന്ന് നമ്മൾ യുവജനങ്ങളോടും ബാക്കിയുള്ള ഈ വഴി തെറ്റിപ്പോകുന്നവരോടൊക്കെ പറയുന്നത് എന്താണ്? അവൻ ശരിയല്ല, അവൻ കൊള്ളില്ല, അവനെ മാറ്റി നിർത്തണം, അവൻ്റെ പോക്ക് ശരിയല്ല, അവൻ പള്ളി വരുന്നില്ല. ആ പള്ളി പോകാതെയും ദൈവത്തിനെ തിരസ്കരിക്കുന്നവനെയും തേടി വന്ന ഒരു ദൈവപുത്രൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാനും നിങ്ങളും പറയണം. ദൈവം അവരിൽ ആകൃഷ്ടനായോ വന്നത്. എനിക്ക് നിങ്ങൾക്കും ആരെയും മാറ്റി നിർത്താൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആരെയും വിധിക്കരുത്. ദൈവസന്നിധിയിൽ അങ്ങനെ വേദനിക്കുന്ന ഒരു ആത്മാവിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, സുവിശേഷങ്ങളിലുടനീളം നമ്മൾ ഈശോയുടെ സാന്നിധ്യം അവരുടെ ഇടയിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ആ തിരിച്ചറിയാതെ പോകരുത്. ഈ ദൈവം ഇങ്ങനെയുള്ളവരെ തേടി വന്നൊരു ദൈവമാണ്. ഹി വാസ് അട്രാക്റ്റഡ് ടു ഓൾ ദ ബ്രോക്കൺനെസ് ഓഫ് മാൻകൈൻഡ്. അവൻ്റെ അഗാപ്പെ സ്നേഹം എന്ന് പറയുന്നത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു സ്നേഹം. ആ സ്നേഹം ഈ തകർച്ചകളിലേക്ക് നോക്കിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ എക്സ്റ്റെൻഡഡ് ഹാൻഡാണ്. അതവൻ ചെയ്തത് അവനെ മുഴുവനായി നൽകിക്കൊണ്ടാണ്. ഹീ പോർഡ് ഔട്ട് ഹിസ് ലൈഫ് എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ വന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകാമായിരുന്നു. മാക്സിമം യേശുവിൻ്റെ ഒരു തുള്ളി രക്തം മതിയായിരുന്നു. പാപത്തിൻ്റെ മുഴുവനും കറകൾ തീർക്കുവാൻ ഒരു തുള്ളി രക്തം മതി. കാരണം പരിശുദ്ധിയുടെ പരിശുദ്ധനായ ആ യേശുവിൻ്റെ ശരീരത്തിന് ഒരു തുള്ളി രക്തം വീണാൽ ലോകത്തിലെ എല്ലാ പാപകറകളും തുടച്ചു നീക്കാൻ സാധിക്കും. കാരണം രക്തത്താൽ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ. ബട്ട് ദെൻ ഹീ പോർഡ് ഔട്ട് ഹിംസെൽഫ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അവൻ്റെ ശരീരം 1 മില്ലിമീറ്റർ പോലും അവശേഷിക്കാതെ തല്ലി തകർക്കപ്പെട്ടു. ആൻഡ് ഹീ ഗേവ് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി സോ ദറ്റ് യു ആൻഡ് മീ കുഡ് ബി റിഡീംഡ്. ഈ യേശുവിനെ സ്വന്തമാക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്നതിനാണ് ക്രിസ്തുമസിനായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരുക്കം. ഈ ആഗമന കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ, ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ക്രിസ്തുമസാണ്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കുവാൻ എന്നിൽ തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റണം. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ്. അത് ഈജിപ്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ സാധിക്കില്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫറവോ ഇസ്രായേൽ ജനത്തിനെ വിടുമ്പോൾ അവരോട് ആദ്യമേ പറയുന്നതാണ്, നിങ്ങൾ ഈജിപ്തിൽ തന്നെ നിന്ന് ആരാധിച്ചോളൂ. അവനെപ്പോഴും അങ്ങനെ പറയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പുറമേ കാണുന്നതല്ല. എൻ്റെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ പാപാവസ്ഥകളോട് ചേർന്നിരിക്കുന്ന ആ 38 വർഷം തളർവാദം പിടിപെട്ട് കിടന്നവൻ, അവൻ്റെ കിടക്കയും അതിന് ചുറ്റുപാടും അവനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അവൻ അതിനോട് ശീലിച്ചു പോയി. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് താല്പര്യമില്ലാതിരുന്ന അവനോട് വന്ന് ഈശോ പറയുകയാണ്, സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഇന്നും എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ വന്ന് ഈശോ മുട്ടുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ എനിക്കൊരു സ്ഥാനം തരുമോ? ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അനുതാപികളുടെ ഹൃദയങ്ങളെയും വിനീതരുടെ ആത്മാക്കളെയും നവീകരിക്കുവാൻ അവരുടെ കൂടെ വസിക്കുമെന്ന് പറഞ്ഞ ഒരു ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടുന്നു. തിരിച്ചറിയണം, ഈ ഒരു ക്രിസ്മസ് കൂടി നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മൾ ഈ വെളിച്ചം നമ്മൾ സ്വീകരിച്ച് ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട ദീപങ്ങളായി മാറേണ്ടവരാണ്. ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത തകർച്ചയിൽ കിടക്കുന്നവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവരെ തേടി വരുന്നൊരു ദൈവം, അവരിലേക്ക് ആകൃഷ്ടനാകുന്നൊരു ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ദൈവത്തിൻ്റെ കരുണ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീനയൊക്കെ ഈശോ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന 2 കാര്യങ്ങളാണ്. വൺ ഇസ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ദ അതർ വൺ ഇസ് എക്സാജറേറ്റഡ് ആങ്സൈറ്റി. നിരാശയും ആവശ്യത്തിൽ കൂടുതലുള്ള ആകുലതകളും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈശോ ഇറങ്ങി വന്നത്. ആകുലതപ്പെട്ടും നിരാശയിൽ കിടക്കുന്നതും തകർച്ചയിൽ കിടക്കുന്നവർക്കും തേടി വന്ന ഒരു ദൈവത്തിൻ്റെ പുത്രൻ. ആ ഈശോനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അവളും പരിശുദ്ധാത്മാവും കൂട്ടായി പ്രവർത്തിച്ചിട്ടാണ് ഈ യേശു ആദ്യമേ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്നത്. ഇന്നും ആ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഈ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമെന്നുള്ള തീവ്രമായ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിനോട് ഞാൻ നിങ്ങൾ സഹകരിക്കുന്നതിൻ്റെ പേരാണ് മനസ്സാന്തരം. ഈ ആഗമനകാലത്ത് നമുക്കൊരിക്കൽ കൂടി ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈ ക്രിസ്മസിന് എൻ്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടാതെ ഈ ക്രിസ്മസ് കടന്നു പോകുവാൻ അനുവദിക്കരുതേ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അടുത്ത ആഴ്ച ക്രിസ്മസിലേക്കുള്ള ഏറ്റവും അടുത്ത് വരുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം, ഒരാത്മശോധന നടത്താം. ഈ ഇരുട്ടിനെ മാറ്റുന്നൊരു വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഞാൻ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. ബാഹ്യമായിട്ടുള്ള ഒരുക്കമല്ല, ആന്തരികമായിട്ടുള്ള ഒരുക്കം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. Shalom, my friend. Shalom, my friend. Shalom, shalom. Shalom, DMF.